മൊഡ്യൂൾ 2-ലെ അടുത്ത ടോപ്പിക് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്സ് ആണ്. ഇപ്പം നമ്മൾ സെക്കൻഡ് ഹാഫ് ദി സെക്കൻഡ് മൊഡ്യൂളിലാണ് എത്തിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചർ സെഷനിൽ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്താണ്, അതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമേ ഉള്ളൂ. അടുത്ത സെഷനിൽ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി മൊഡ്യൂളിൽ നമ്മൾ നോക്കിയത് ഹൈഡ്രോഗ്രാഫ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മഴ പെയ്യുമ്പോൾ എന്താ ബേസ് ഫ്ലോ എന്താണ്, ഓവർഫ്ലോ എന്താണ്, റൺ ഓഫ് എന്താണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അതിനെപ്പറ്റി ഇനിയും കറക്റ്റായിട്ട് പിടികിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു അനിമേഷൻ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് 1-2 തവണ കാണുമ്പോൾ ഈ മഴയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ മഴ പെയ്യുന്നതനുസരിച്ച് ഇപ്പം ഇവിടെ നിങ്ങൾക്കൊരു പോണ്ട് കാണാം. സോ ഇത് ഫില്ല ആയി വരുന്നതും അതിനോടൊപ്പം നമ്മൾ എങ്ങനെയാണ് ആ ഹൈഡ്രോഗ്രാഫ് പ്രിപ്പയർ ചെയ്ത് വരുന്നതും എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്കറിയാം, മഴവെള്ളം അല്ലെങ്കിൽ റെയിൻഫോൾ പെയ്യുമ്പോഴത്തേന് ഇത് കാണിച്ചിരിക്കുന്ന ഒരു ഗ്രൗണ്ട് സർഫസ് ആണ്. ഇവിടെ നിങ്ങൾക്കൊരു വാട്ടർ ബോഡി കാണാം. അപ്പോൾ ആദ്യത്തെ മഴവെള്ളം എല്ലാം ഈ സോയിൽ ലെയേഴ്സ് അബ്സോർബ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ താഴോട്ട് പോകുന്നതിന് നമ്മൾ ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ആ ഇൻഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സബ്സർഫസ് ലെയറിലോട്ട് കടക്കുന്ന വെള്ളം സബ്സർഫസ് റൺ ഓഫ് ആയിട്ട് പോണ്ടിലേക്ക് എത്തിച്ചേരുന്നു. അതുകൂടാതെ ഈ ഒരു കംപ്ലീറ്റ് ലെയർ സോക്ക് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി വരുന്ന റെയിൻഫോള് റൺ ഓഫ് ആയിട്ട് ഇതുവഴി അല്ലെങ്കിൽ ത്രൂ ദി ഗ്രൗണ്ട് സർഫസ് എന്താണ് പോണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡിയിലോട്ട് ചെന്നെത്തുന്നതായിട്ടും കാണാം. അതേസമയം തന്നെ നിങ്ങൾ ഈ ഹൈഡ്രോഗ്രാഫും ശ്രദ്ധിച്ചോണം. ഈ ഹൈഡ്രോഗ്രാഫിന് ഈ ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നത് ഹൈഡ്രോഗ്രാഫ് എങ്ങനെ പോകുന്നു എന്നുള്ളതിൻ്റെയും, താഴെ കാണിച്ചിരിക്കുന്ന ഭാഗം ബേസ് ഫ്ലോ ആണ്. ബേസ് ഫ്ലോ സെപ്പറേഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സോ എബവ് ദി ഗ്രൗണ്ട് പോകുന്ന വെള്ളം ആണ് ഈ ഹൈഡ്രോഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ബ്ലൂ പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രീൻ കളർ പോർഷൻ കാണിക്കുന്നത് എന്താണ്, ഗ്രൗണ്ട് ലെവലിന്റെ താഴേക്കൂടെ പോകുന്ന അല്ലെങ്കിൽ സബ്സർഫസിലൂടെ പോകുന്ന വെള്ളം പോണ്ടിലേക്ക് എത്തുന്ന എത്ര എമൗണ്ട് ഓഫ് വെള്ളമാണ്, അതിനെയാണ് നമ്മൾ ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ ബേസ് ഫ്ലോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇനി അനിമേഷൻ പ്ലേ ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം മഴ പെയ്യുന്നുണ്ട്. ആദ്യത്തെ വെള്ളം അത്രയും കണ്ട് ഇൻഫിൽട്രേറ്റ് ആയി പോകുന്നു. ഇതാണ് ബേസ് ഫ്ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സബ്സർഫസ് ഫ്ലോ എന്ന് പറയുന്നത്. ബാക്കി വെള്ളം ഇതിലേക്കൂടെ വന്ന് ഗ്രൗണ്ടിലൂടെ വന്ന് പോണ്ടിലേക്ക് വന്ന് ചേരുന്നു. ഓക്കെ, അതേസമയം നിങ്ങൾ ഈ ഗ്രാഫ് ശ്രദ്ധിച്ച് ആദ്യം നോ റെയിൻഫോൾ, റൺ ഓഫ് ഇല്ല. റൺ ഓഫ് തുടങ്ങുമ്പോഴത്തേന് ഗ്രാഫ് പോണ്ടിലോട്ട് ഒരു ചെറിയ ടൈം ലാഗ് ഉണ്ട് എങ്കിലും പോണ്ടിലേക്ക് പോകുന്നതനുസരിച്ച് ആ റൺ ഓഫ് കാണിക്കുന്നുണ്ട്. പിന്നീട് മഴ തീരുമ്പോഴത്തേന് വീണ്ടും അത് ആ ഒരു കോൺസ്റ്റന്റ് ലെവലിലേക്ക് എത്തിച്ചേരുന്നു. സോ ഇതാണ് ടോട്ടൽ കോൺസെപ്റ്റ്. ഇനി നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോവാണ്, യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്സ്. അപ്പോൾ എന്താണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്? ഇപ്പോൾ ഒരു സാധാ ഹൈഡ്രോഗ്രാഫ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഹൈഡ്രോഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണ്, ടൈമിനും ഡിസ്ചാർജിനും ചേർത്ത് വരയ്ക്കുന്ന ഒരു അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫാണ്. അപ്പം എക്സ് ആക്സിസിൽ നമ്മുടെ ഡ്യൂറേഷനും അതേപോലെ വൈ ആക്സിസിൽ ഡിസ്ചാർജും ആണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് 1932 ഷെർമാൻ എന്ന് പറയുന്ന ഒരു ഹൈഡ്രോളജിസ്റ്റ് ആണ്. അപ്പോൾ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്താണെന്നുള്ളതിന്റെ 2 ഡെഫിനിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ഹൈഡ്രോഗ്രാഫ് ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് റിസൾട്ടിംഗ് ഫ്രം 1 യൂണിറ്റ് ഡെപ്ത്, അതായത് 1 സെന്റിമീറ്റർ ഓഫ് റെയിൻഫോൾ എക്സസ് occurring uniformly over the basin and at a uniform rate for a specified duration, that is d hours. ഇപ്പം നിങ്ങൾക്കറിയാം, സാധാരണ ഒരു ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ടൈമിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റോം ഉണ്ടാവുകയാണ്. അപ്പോൾ ഓരോ ടൈം ഇൻ്റർവെൽ അനുസരിച്ച് എത്ര ഡിസ്ചാർജ് ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് ഉദ്ദേശിക്കുന്നതും ഒരു ഹൈഡ്രോഗ്രാഫ് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു കാച്ച്മെന്റ് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ബേസിനിൽ അറ്റ് എ പർട്ടിക്കുലർ ടൈമിൽ ഒരു 1 യൂണിറ്റ് ഡെപ്ത് ഓഫ് ഇൻക്രീസ് ഇൻ റൺ ഓഫ് ഉണ്ടാവുകയാണെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന ഹൈഡ്രോഗ്രാഫിനെയാണ് നമ്മൾ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്, ആ യൂണിറ്റ് എന്ന് പറയുന്ന പേര് ആ ഒരു ടേം വന്നതിൻ്റെ 2 കാരണങ്ങളാണ്. ഒന്ന്, ആ കാച്ച്മെന്റ് ഏരിയയിൽ വീഴുന്ന റെയിൻഫോൾ എന്ന് പറയുന്നത് യൂണിറ്റ് ഡെപ്ത് ആണ്.
അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ നമ്മളൊരു ക്യാനിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്യാൻ അല്ലെങ്കിൽ ഒരു പാത്രം നമ്മൾ വെളിയിലോട്ട് റെയിൻഫോൾ അളക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണെന്ന് വിചാരിക്കുക. റെയിൻ ഗേജ് തന്നെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. അപ്പൊ അതിനകത്ത് ഓരോ സെന്റിമീറ്റർ റൈസും നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ ആ ഒരു 1 സെന്റിമീറ്റർ റൈസിൽ ഉണ്ടാകുന്ന ഹൈഡ്രോഗ്രാഫിനെയാണ് ശരിക്കും പറഞ്ഞാൽ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് ഡെപ്ത് ഓഫ് റെയിൻഫോൾ എക്സസ് എന്ന് പറയുന്നത് റൺ ഓഫ് വേണം. അത് മാത്രമല്ല ആ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് അല്ലെങ്കിൽ ഈ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ടുള്ള ഡ്യൂറേഷനിലും ആയിരിക്കണം. ഇപ്പൊ ഈ ഗ്രാഫ് തന്നെ നോക്കി, ഇതൊരു 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരൊറ്റ ഹൈഡ്രോഗ്രാഫ് ആണ്. ആൻഡ് അതിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ നോക്കിയേ, അതിന്റെ ആ ഡ്യൂറേഷന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 6 അവർ ആണ്. ഓക്കെ, അപ്പം ഓരോ 6 അവറിലും ഒരു 1 സെന്റിമീറ്റർ റെയിൻഫോൾ എക്സസ് അവിടെ ഉണ്ടാവുന്നു. അതാണ് ഈ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ മീനിങ്. ഈ രണ്ടാമത്തെ ഡെഫിനിഷനും കൂടെ ഒന്ന് വായിക്കാം. When 1 centimeter of rainfall excess occurs for a unit duration യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ കാച്ച്മെന്റ് ഏരിയ. അപ്പോൾ ഒരു കാച്ച്മെന്റ് ഏരിയ ഉണ്ടെങ്കിൽ ആ ഫുൾ കാച്ച്മെന്റ് ഏരിയയിൽ യൂണിഫോം ആയിട്ടാണ് ഈ 1 സെന്റിമീറ്റർ റെയിൻഫോൾ വീഴുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദി റിസൾട്ടിങ് ഹൈഡ്രോഗ്രാഫ് ഈസ് കോൾഡ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഹൈഡ്രോഗ്രാഫിനെയാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓരോ ഫിക്സ്ഡ് ടൈമിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത് 369 എന്നായിരുന്നെങ്കിൽ ഇതൊരു 3 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് നമ്മൾ പറഞ്ഞു തന്നെ. അപ്പോൾ ഓരോ 3 അവറിലും എന്ത് സംഭവിക്കണം? 1 സെന്റിമീറ്റർ എക്സസ് റെയിൻഫോൾ അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ റൺ ഓഫ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് ഒരു സ്ട്രീം ഫ്ലോയിൽ ചെന്നെത്തുന്ന റൺ ഓഫിനെ പറ്റി പഠിക്കാൻ, അല്ലെങ്കിൽ ഇമ്പാക്ട് ഓഫ് പ്രസിപ്പിറ്റേഷൻ ഓൺ സ്ട്രീം ഫ്ലോ. സോ അതിനെയൊക്കെ പറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ടൂൾ ആണ് ശരിക്കും പറഞ്ഞാൽ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. ആൻഡ് ഇവിടെ ഈ യൂണിറ്റ് ഡ്യൂറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കണ്ടിന്യൂസ് ടൈം പീരീഡ് ആണ്, ഡ്യൂറിങ് വിച്ച് 1 യൂണിറ്റ് ഓഫ് എക്സസ് റെയിൻഫോൾ ഒക്കേർഡ്. അതായത് 1 യൂണിറ്റ് ഓഫ് റൺ ഓഫ് ഈ ഒരു യൂണിഫോം ടൈമിൽ ഡ്യൂറേഷനിൽ ഉണ്ടാവുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നു, ഇപ്പോൾ ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഒരു 6 അവർ ഡ്യൂറേഷനിൽ സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 6 അവർ ലാസ്റ്റ് ചെയ്യുന്ന ഒരു റെയിൻഫോളിനാണ് ശരിക്കും എക്സസ് ആയിട്ട് ഒരു 1 സെന്റിമീറ്റർ റൺ ഓഫ് നമുക്ക് തരാൻ കഴിഞ്ഞത് എന്ന് സാരം. വീണ്ടും ഇത് കേട്ട് നിങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ 1 സെന്റിമീറ്റർ റൈസ് ഇൻ റൺ ഓഫ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വേണ്ടി വന്ന മഴ, ആ മഴയുടെ എമൗണ്ട് ഇപ്പോൾ ഒരു 6 അവറിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ അതിനെ 6 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നു. ഇൻ കേസ് ആ 1 സെന്റിമീറ്റർ റൈസ് 3 അവർ കൊണ്ടാണ് ഉണ്ടായതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ 3 അവർ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നു. ഇനി ഈ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ അസംഷൻസ്, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കുറെ കാര്യങ്ങളും ഈ ഒരു ഫീൽഡിൽ പ്രഡിക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഈ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഡിസൈൻ ചെയ്യുന്നത്? ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ദ എഫക്റ്റീവ് റെയിൻഫോൾ ഇസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തിൻ ഇറ്റ്സ് ഡ്യൂറേഷൻ ഓർ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഒരു ഗീവൺ പീരീഡ് ഓഫ് ടൈമിൽ ആ റെയിൻഫോൾ എല്ലായിടത്തും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നു എന്നുള്ളത് ആദ്യത്തെ അസംഷൻ. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. ആ പീരീഡ് ഓഫ് ടൈമിൽ ചിലപ്പം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ആവും എന്നുള്ള ഒരു അസംഷനോടെയാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ദി എഫക്റ്റീവ് റെയിൻഫോൾ ഇസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി ഓൾ ഏരിയ ഓഫ് ഡ്രെയിനേജ് ബേസിൻ. അപ്പം ഫുള്ള് നമുക്ക് എത്ര ഡ്രെയിനേജ് ബേസിൻ അല്ലെങ്കിൽ കാച്ച്മെന്റ് ഏരിയ ആണോ നമ്മൾ സ്റ്റഡിക്ക് എടുക്കുന്നത് അവിടെ എല്ലാം തന്നെ യൂണിഫോം ആയിട്ട് ഈ റെയിൻഫോൾ ചെന്നെത്തുന്നു എന്നുള്ളത് രണ്ടാമത്തെ അസംഷൻ. പിന്നീട് the time base of the direct run of hydrograph, that is the duration of the direct run of hydrograph, depends only on the effective rainfall duration and is independent of the effective rainfall intensity.
നമ്മൾ ഈ ഹൈഡ്രോഗ്രാഫ് പ്രിപ്പയർ ചെയ്യുന്നത് ആ എഫക്റ്റീവ് റെയിൻഫോൾ, അതായത് ഒരു പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ ആ നിർത്താതെ പെയ്യുന്ന ആ ഒരു എഫക്റ്റീവ് റെയിൻഫോളിന്റെ ഡ്യൂറേഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഹൈഡ്രോഗ്രാഫ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ടൈം ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഹൈഡ്രോഗ്രാഫ് ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി എഫക്റ്റീവ് റെയിൻഫോൾ ഇന്റൻസിറ്റി. അപ്പോൾ ഇന്റൻസിറ്റി ആയിട്ട് ഒരിക്കലും ഒരു കണക്ഷൻ വരുന്നില്ല. കാരണം ഇപ്പൊ ഈ ഒരു 1 അവർ എത്ര തന്നെ ശക്തമായിട്ട് മഴ ആ ഒരു തീവ്രത കൂടിയാലും കുറഞ്ഞാലും ഒരിക്കലും ഹൈഡ്രോഗ്രാഫിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ആ ടൈം പീരീഡ് മാത്രമാണ് കൺസിഡർ ചെയ്ത് വരയ്ക്കുന്നത്. കാരണം നമുക്ക് ഫൈനലി വേണ്ടുന്നത് എത്രമാത്രം റൺ ഓഫ് കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ അതിന് ഇന്റൻസിറ്റി കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമില്ല. ഇന്റൻസിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വേറെ മെത്തേഡ്സ് ആണ്. പക്ഷെ ഇവിടെ ഹൈഡ്രോഗ്രാഫ് നമ്മൾ നോക്കുമ്പോൾ ഇന്റൻസിറ്റി അല്ല, നമ്മൾ ആ ടോട്ടൽ ഡിസ്ചാർജ് ആണ് കണക്കിലെടുക്കുന്നത്. പിന്നീട് റെസ്പോൺസ് ഓഫ് ദി ഡ്രെയിനേജ് ബേസിൻ ഇസ് ലീനിയർ. അപ്പോൾ ഒരു റെയിൻഫോൾ ഒക്കർ ചെയ്യുമ്പോൾ ആ ഒരു ഡ്രെയിനേജ് ഏരിയയുടെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ റെസ്പോൺസ് എപ്പോഴും ഒരേപോലെ ആയിരിക്കും. പിന്നീടുള്ള അസംഷൻ, ദി യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് റിഫ്ലെക്ട്സ് ദി ബേസിക് എഫക്ട്സ് ഓഫ് വേരിയസ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ബേസിൻ വിച്ച് ഡു നോട്ട് ചേഞ്ച് ഇൻ ടൈം. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്, ഇപ്പം നമ്മളൊരു ബേസിൻ എടുക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിന്റെ ലാൻഡ് പ്രോപ്പർട്ടി, ലാൻഡ് യൂസിന്റെ ക്യാരക്ടർ, സോയിലിന്റെ പ്രോപ്പർട്ടി, ഇതൊക്കെ പല പല ക്യാരക്ടേഴ്സ് ആണ്. സോ ഇത് വിത്ത് റെസ്പെക്ട് ടു ടൈം ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. എപ്പോഴും അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് എന്നുള്ള ഒരു അസംഷനിലൂടെയാണ് നമ്മൾ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് സം ഓഫ് ദി അസംഷൻസ്. ഇനി യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ യൂസസ് നോക്കാം. 3 മെയിൻ യൂസസ് എഴുതിയിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് ഫോർ എക്സ്ട്രീം റെയിൻഫോൾ മാഗ്നിറ്റ്യൂഡ്സ് ഫോർ യൂസ് ഇൻ ദി ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതൊരു ഡാം, റിസർവെയർ എന്താണെങ്കിലും അതിന് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അത് എത്രമാത്രം വെള്ളം ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്, അതിന്റെ സ്റ്റോറേജും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ അത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പ്രദേശത്ത് നേരത്തെ എങ്ങനെയായിരുന്നു, ഫ്ലഡിന്റെ കണക്ക് എങ്ങനെയായിരുന്നു, റെയിൻഫോൾ എങ്ങനെയായിരുന്നു, സോ അതിനെപ്പറ്റി ഒരു സ്റ്റഡിയും അതിന്റെ ഡേറ്റ വളരെ അത്യാവശ്യമാണ്, അല്ലെ? അപ്പം എത്രമാത്രം ഫ്ലഡ് അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് പ്രീവിയസ് റെക്കോർഡ്സ് എടുത്ത് നോക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നത് ഈ ഹൈഡ്രോഗ്രാഫ് തന്നെയാണ്. ഓക്കെ, ഹൈഡ്രോഗ്രാഫ് പ്രീവിയസ് ഇയറിന്റെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഇന്ന ഏരിയയിൽ നമുക്ക് ഇത്രയും റെയിൻഫോൾ വരെ മാക്സിമം കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതിനനുസരിച്ച് അത്രയും ക്യാരി ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ അത്രയും വാട്ടർ ക്യാരി ചെയ്യാൻ, സ്റ്റോർ ചെയ്യാൻ കഴിവുള്ള ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നത്. പിന്നീട് എക്സ്റ്റൻഷൻ ഓഫ് ഫ്ലഡ് ഫ്ലോ റെക്കോർഡ്സ് ബേസ്ഡ് ഓൺ റെയിൻഫോൾ റെക്കോർഡ്സ്. ഒരു റെക്കോർഡ് സൂക്ഷിക്കുക, നേരത്തെ പാസ്റ്റ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രോഗ്രാഫ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതേപോലെ ഡെവലപ്മെന്റ് ഓഫ് ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് വാർണിംഗ് സിസ്റ്റംസ് ബേസ്ഡ് ഓൺ റെയിൻഫോൾ. നിങ്ങൾക്കറിയാം, ഫ്യൂച്ചറിലുള്ള റെയിൻഫോളിനെ പറ്റി നമുക്ക് നേരത്തെ തന്നെ അറിയാനായിട്ട് ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് വളരെയധികം സഹായിക്കും. അപ്പം ഇതിനകത്ത് റെയിൻഫോളിനെ പറ്റി എസ്റ്റിമേഷൻ നടക്കും, പ്രഡിക്ഷൻ, മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, അതിന്റെ ടൈമിംഗ് എങ്ങനെയാണ്, ഫ്ലഡ് നടക്കാൻ പോകുന്നതിന്റെ ഡ്യൂറേഷൻ എങ്ങനെയൊക്കെയാണ്. സോ ഇതൊക്കെ ഒരു അസംഷൻ മാത്രമാണ്. അപ്പം ആ റിവർ ബേസിന്റെ ക്യാരക്ടർ അനുസരിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് എന്താണ് ഗുണം? അത് കാരണം ഹ്യൂമൻ ലൈഫിനെയും പ്രോപ്പർട്ടീസിനെയും അതേപോലെ എൻവയോൺമെന്റിനെയും ബാധിക്കുന്നതായിട്ടുള്ള ഡാമേജസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം അത് മനസ്സിലാക്കി അത് ഫോർകാസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു വാർണിംഗും കൂടെ ആൾക്കാർക്ക് കൊടുക്കുക. നമ്മൾ റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതെല്ലാം ഈ ഫ്ലഡ് ഫോർകാസ്റ്റിംഗിന്റെ സ്റ്റഡീസ് ആണ്. ഓക്കെ, സോ അതിനൊക്കെ വേണ്ടിയിട്ട് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് അല്ലെങ്കിൽ ഹൈഡ്രോഗ്രാഫ് സ്റ്റഡീസ് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതൊക്കെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള യൂസസ്. ഇനി നമ്മളൊരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ കൺസ്ട്രക്ഷൻ പാർട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഫ്രം ഐസൊലേറ്റഡ് സ്റ്റോം ഹൈഡ്രോഗ്രാഫ്. അപ്പോൾ ഈ ഐസൊലേറ്റഡ് സ്റ്റോം ഹൈഡ്രോഗ്രാഫും യൂണിറ്റ് ഹൈഡ്രോഗ്രാഫും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഐസൊലേറ്റഡ് സ്റ്റോം ഹൈഡ്രോഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അതിനും യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിനും ഒരൊറ്റ പീക്കേ ഉള്ളൂ, ഒരൊറ്റ റെയിൻഫോള് ഒരു സർട്ടൺ ഡ്യൂറേഷനിൽ ഉണ്ടാവുന്നു. അത് തന്നെയാണ് ഐസൊലേറ്റഡ് സ്റ്റോം ഹൈഡ്രോഗ്രാഫ്. രണ്ടും ഒന്ന് തന്നെയാണ്. ദി ഓൺലി ഡിഫറൻസ് ഇസ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ ഒരു മഴ നടക്കുമ്പോൾ ഒരു 1 സെന്റിമീറ്റർ റൺ ഓഫ് ഉണ്ടാവണമെങ്കിൽ എത്ര ടൈം എടുക്കുന്നു. സോ അത് മാത്രം വെച്ചുകൊണ്ടാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടെ വ്യക്തമാക്കണം, ഇത് തമ്മിലുള്ള, അതായത് ഐസൊലേറ്റഡ് സ്റ്റോം ഹൈഡ്രോഗ്രാഫും യൂണിറ്റ് ഹൈഡ്രോഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഐസൊലേറ്റഡ് സ്റ്റോം ഹൈഡ്രോഗ്രാഫിൽ നമ്മുടെ ഈ റൺ ഓഫിന്റെ ആ ഒരു 1 സെന്റിമീറ്റർ റൈസ് ഉണ്ടല്ലോ, അത് കൂടി ചിലപ്പോൾ 1, 2, 3 ഒക്കെ ആവാം. പക്ഷെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിനകത്ത്
ഇപ്പൊ ഇതിനകത്ത് 0 to 6 എന്ന് പറയുന്ന ഡ്യൂറേഷനിൽ ചിലപ്പോൾ ഒരു 1 സെന്റിമീറ്റർ റൈസ് ഉണ്ടായി കാണും. അപ്പൊ ആ 1 സെന്റിമീറ്റർ റൈസ് ഉണ്ടാവാൻ എടുക്കുന്ന ടൈം മാത്രം വെച്ചുകൊണ്ടാണ് ഈ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് പ്രിപ്പയർ ചെയ്യുന്നത്. ഹൈഡ്രോഗ്രാഫിന്റെ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തേക്കണം, ഞാനിപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സ്റ്റോം ഹൈഡ്രോഗ്രാഫി തന്നെ ചിലപ്പം 1, 2, 3 യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്സ് കാണും. ഓക്കെ, അപ്പൊ ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ഐസൊലേറ്റഡ് സ്റ്റോം ഹൈഡ്രോഗ്രാഫിന്റെ ഡേറ്റ തന്നാൽ അതിൽ നിന്നൊരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ഓർഡിനേറ്റ് ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ്. ഓക്കെ, ഓർഡിനേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് ഈ ഹൈഡ്രോഗ്രാഫിലൂടെ അല്ലെങ്കിൽ ഈ ഗ്രാഫിനകത്തൂടെ പോകുന്ന പോയിന്റ്സ് നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്തൊരു ഹൈഡ്രോഗ്രാഫ് ആക്കാൻ കഴിയത്തുള്ളൂ അല്ലെ. അപ്പൊ ആ പോയിന്റ്സിനാണ് നമ്മൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓർഡിനേറ്റ്സ് ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് ഓർഡിനേറ്റ് ഓഫ് ഡയറക്റ്റ് റൺ ഓഫ്. അപ്പൊ ആദ്യം നമ്മൾ ഡയറക്റ്റ് റൺ ഓഫിന്റെ ഓർഡിനേറ്റ് കണ്ടുപിടിക്കണം. അതേ ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് റൺ ഓഫ് ഇൻ സെന്റിമീറ്റേഴ്സ്. ഓക്കെ, അപ്പം ഇപ്പം പ്രോബ്ലം തരുമ്പോഴത്തേക്ക് അതിനകത്ത് ഡയറക്റ്റ് റൺ ഓഫിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് ഓർഡിനേറ്റ് ഓഫ് ഡയറക്റ്റ് റൺ ഓഫും കണ്ടുപിടിച്ച് ഇത് രണ്ടും കൂടെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡയറക്റ്റ് റൺ ഓഫ് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനെ സ്മോൾ n എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ആ n ഈസ് ഈക്വൽ ടു ഇവിടെ ഫോർമുല കൊടുത്തിട്ടുണ്ട് 0.36 ഇൻറ്റു സിഗ്മ ക്യൂ ഇൻറ്റു ടി ബൈ ക്യാപിറ്റൽ എ സെന്റിമീറ്റേഴ്സ്. ഓക്കെ, അപ്പം 0.36 ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. നമ്മൾ കുറച്ച് ഡെറിവേഷൻ ഉണ്ട്, അത് ഇതിനകത്ത് പഠിക്കുന്നില്ല. സോ അങ്ങനെ കിട്ടിയ വാല്യൂ ആണ്, അത് നോക്കണ്ട. സിഗ്മ ക്യൂ എന്ന് പറയുന്നത് സം ഓഫ് ഡിസ്ചാർജ് ഓർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് റൺ ഓഫ് ഇൻ ക്യൂമെക്സ്. അപ്പൊ ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു ഡിസ്ചാർജ് ഡയറക്റ്റ് റൺ ഓഫ് ആണ് സിഗ്മ ക്യൂ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ടി എന്ന് പറയുന്നത് ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ സക്സസീവ് ഓർഡിനേറ്റ് ഇൻ അവേഴ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്തൊരു 2 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ ഒരു 6 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആ ടൈം എന്ത് കൊടുക്കും? 6 അല്ലെങ്കിൽ 2 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണെങ്കിൽ 2 എന്ന് കൊടുക്കും. സോ ആ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ദി സക്സസീവ് ഓർഡിനേറ്റ്സ് ആണ് ഈ ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എ എന്ന് പറയുന്നത് ആ ബേസിന്റെ ഏരിയ. ഇത്രയും കൂടെ ചേർത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ എന്നിന്റെ വാല്യൂ കിട്ടും. ഡയറക്റ്റ് റൺ ഓഫിന്റെ വാല്യൂ ആണിത്. ഇത് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ ഓർഡിനേറ്റ്സ് കിട്ടും. ആ ഓർഡിനേറ്റ്സ് വെച്ചാണ് നമ്മൾ ഈ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കേണ്ടത് അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, ഈ തിയറി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ലെക്ചർ പോർഷനിൽ നമ്മൾ പ്രോബ്ലംസ് നോക്കും.